പൗരാണികവും ചിരപുരാതനവുമായ ആറ്റിങ്ങൽ ഇളമ്പ ഏറത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനായി തുടക്കം കുറിച്ചു. 2026 മാർച്ച് 26 മുതൽ ഏപ്രിൽ 4 വരെയായാണ് തൃക്കൊടിയേറ്റ് മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 6 മുതൽ 13 വരെയായിരുന്നു പൗരാണികവും ചരിത്രപ്രസിദ്ധവും 3 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്നതുമായ കാളിയൂട്ട് മഹോത്സവത്തിന് പരിസമാപനം കുറിച്ചതും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും തെക്കൻ കേരളത്തിലെ അത്യപൂർവവുമായ ക്ഷേത്രോത്സവമാണ് പള്ളിയറ കാളിയൂട്ട്. കാളിയൂട്ടിന്റെ സമാപനത്തോടെയാണ് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ പ്രൗഢഗംഭീരമായ ഈ തൃക്കോടിയേറ്റ് മഹോത്സവത്തിനായി തിരിതെളിയുന്നതും. ക്ഷേത്രതന്ത്രി ചെങ്ങന്നൂർ താഴമൺ മഠം ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരര് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കോടിയേറ്റിന് തുടക്കം കുറിച്ചത്. അങ്കുരപൂജ, ശ്രീഭൂതബലി, കലശാഭിഷേകം, മഞ്ഞശീവേലി, താലപ്പൊലിയും വിളക്കും, ഗരുഡത്തൂക്കം, സമൂഹ പൊങ്കാല, പള്ളിവേട്ട, തിരു ആറാട്ടെഴുന്നള്ളത്ത്, നൃത്തസന്ധ്യ, DJ നൈറ്റ് തുടങ്ങിയ ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങുകൾക്കും വർണ്ണാഭമായ അലങ്കാരങ്ങൾക്കും വിവിധ കലാപരിപാടികൾക്കും ശേഷം തൃക്കൊടിയിറക്കോടുകൂടിയാണ് ഉത്സവം പരിസമാപനം കുറിക്കുന്നതും. പോകാം അതിമനോഹരമായ വാസ്തുവിദ്യാ ശൈലിക്ക് ഏറ്റവും പേരുകേട്ട ഈ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ കാഴ്ചകളിലേക്ക്. ഇളമ്പ ഏറത്തുപള്ളി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 3 വർഷത്തിലൊരിക്കൽ കാളിയൂട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണത്. ഈ വർഷം കാളിയൂട്ട് വളരെ ഗംഭീരമായി ഭംഗിയായി നമുക്ക് നടത്താൻ കഴിഞ്ഞു. മാർച്ച് 6 മുതൽ 13 വരെയായിരുന്നു കാളിയൂട്ട് ചടങ്ങുകൾ നടന്നത്. അതിനുശേഷമുള്ള 10 ദിവസത്തെ ഉത്സവമാണ് തൃക്കൊടിയേറ്റ് മഹോത്സവം. അത് കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതി താലപ്പൊലിയും വിളക്കും ഘോഷയാത്രയോടുകൂടി, വളരെ ഗംഭീരമായ ഘോഷയാത്രയോടുകൂടി താലപ്പൊലിയും വിളക്കും. ഒപ്പം അത് കഴിഞ്ഞ് പള്ളിവേട്ട ആറാട്ടോടു കൂടിയാണ് ഈ ഇവിടുത്തെ ഉത്സവം അവസാനിക്കുന്നത്.
ഈ പ്രദേശത്ത് തന്നെ ആൾക്കാരുടെ ആവേശവും ഒപ്പം തന്നെ ഒരു ഉത്സവമാണ് നമ്മുടെ ഏറത്തുപള്ളി ക്ഷേത്രത്തിലെ ഉത്സവം. എല്ലാ കരയിൽ നിന്നും ഏകദേശം 5ഓളം കരയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഒപ്പം തന്നെ 5ഓളം കരയിൽ നിന്നുള്ള ഘോഷയാത്രയും ഇപ്പോഴത്തെ ഉത്സവത്തിന് പകിട്ടേകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഘോഷയാത്ര ഈ വർഷം നമ്മുടെ താലപ്പൊലിക്ക് വകവെക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഈ 10 ദിവസത്തെ ഉത്സവം ഈ പ്രദേശത്ത് തന്നെ ഒരു ദേശീയ ഉത്സവമായി മാറ്റാനുള്ള തിരക്കിലാണ് നമ്മുടെ നാട്ടുകാർ. ഇളമ്പ ഏറത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രം 1400 ആറ്റിങ്ങൽ നടക്കുന്ന സന്ദർഭത്തില് ഇളമ്പ പ്രദേശത്തുള്ള കുറച്ച് യോദ്ധാക്കള് ആ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് അമ്മ മഹാറാണി അല്ലെങ്കിൽ അന്നത്തെ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ ഭരണാധികാരി കരമൊഴിവാക്കിക്കൊണ്ട് ഇളമ്പ പ്രദേശത്ത് കുറച്ച് വസ്തുവകകൾ ക്ഷേത്രത്തിനായി ദാനമായി നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ താഴവൻമഠം ശബരിമലത്തെ തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബക്കാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചും കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കായി അക്കരെ താഴമൺമഠം എന്ന നാമധേയത്തില് ഒരു മഠവും ഒരു ക്ഷേത്രവും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു 3 മാസത്തിന് മുമ്പ് ആ ക്ഷേത്രവും ഉൾപ്പെടുന്ന കുറച്ച് പ്രദേശവും പള്ളിയറ ക്ഷേത്രത്തിൽ ട്രസ്റ്റിലേക്കായി അവർ നിലവിൽ കൈവശം ഇരുന്ന കുടുംബക്കാർ എഴുതി തരികയും ഉണ്ടായി. പള്ളിയറെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലൊരിക്കലാണ് കാളിയൂട്ട് ഉത്സവം നടക്കുന്നത്. മറ്റ് ശർക്കരയെല്ലാം വർഷാവർഷം നടക്കുമ്പോഴും പള്ളിയറ 3 വർഷത്തിലൊരിക്കൽ മാത്രം അതിഗംഭീരമായ ചടങ്ങാണ് കാളിയൂട്ടെന്ന് പറയുന്നത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. ദാരിദ്ര്യം ഭദ്രകാളി ഉൾപ്പെടെ തന്നെ കാളിയും കൂടിയോളും ഒക്കെ ഉള്ള വിപുലമായ നിലത്തിൽ പോലെ നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്ന പള്ളിയറ മാത്രമാണ്. അക്കാര്യത്തിൽ മറ്റെവിടത്തേക്കാൾ കവച്ചു വെച്ചും കൊണ്ടുള്ള ഒരു പ്രകടനമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നത്. തിരുവോണത്തിനേക്കാൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇളമ്പ നിവാസികളെല്ലാം കാളിയൂട്ട് ഉത്സവത്തിനെ കാണുന്നത്. അതുപോലെ തന്നെ മുതാക്കൽ പഞ്ചായത്തിന്റെ ഏകദേശം 8ഓളം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് ഇവിടുത്തെ വരിനായകരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചും കൊണ്ടാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. 8 ദിവസത്തെ കാളിയൂട്ട് ഉത്സവവും 10 ദിവസത്തെ ക്ഷേത്ര ഉത്സവവുമാണ് നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കൊടിയേറി, ഇന്ന് 2ാമത്തെ ദിവസമാണ് ഉത്സവം. 10 ദിവസമാണ് ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത്. നാളെ പൊങ്കാലയും അതുപോലെ തന്നെ അവസാനത്തെ 2 ദിവസത്തിന് മുൻപ് തന്നെയാണ് നമ്മുടെ വിളക്കെന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ വിളക്കാണ്. അക്കരെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ പള്ളിയറ ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ 2 വരിയായിട്ട് ജനങ്ങൾ താലപ്പൊലിക്കുള്ള സ്ത്രീകൾ പങ്കെടുത്തും കൊണ്ട് അതുപോലെ തന്നെ ഘോഷയാത്രയും മറ്റുമൊക്കെ വളരെ വിപുലമായ രീതിയിൽ നടത്തി വരുന്ന ഒരു ചടങ്ങാണ് പള്ളിയറ ക്ഷേത്ര ഉത്സവം നടന്നു വരുന്നത്. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ വകയായിട്ട് ഇവിടുത്തെ മുന്നിലുള്ള വയലുകളും അതുപോലെ തന്നെ ഏകദേശം ഒരു 3-4 ഏക്കർ വസ്തുക്കളും ഒക്കെ ക്ഷേത്രം വഹിക്കൊണ്ട് ട്രസ്റ്റ് 102 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റ് നിലവിലുണ്ട്. വർഷാവർഷം ഉത്സവത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കമ്മിറ്റി എടുത്ത് ദൈനംദിന കാര്യങ്ങൾ ആ ഉത്സവ കമ്മിറ്റി ആയിരിക്കും നടക്കുന്നത്. അതിന്റെ നിയന്ത്രണവും ചുമതലയും എല്ലാം ട്രസ്റ്റിനായിരിക്കും. ട്രസ്റ്റിൽ 9 പേര് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കാണും. അവരായിരിക്കും മറ്റു കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് പള്ളിയറ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പൊതുവായി അവതരിപ്പിക്കാനുള്ളത്. അതിപുരാതനവും ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഇളമ്പ ഏർത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ കാളിയൂട്ട് കഴിഞ്ഞു, ഇതിപ്പോൾ 2ാം ഉത്സവമാണ് തൃക്കൊടിയേറ്റ് മഹോത്സവം. അപ്പം കഴിഞ്ഞ ദിവസം കൊടിയേറി, ഇനി 10ാം നാൾ ആറാട്ടോടു കൂടിയാണ് സമാരംഭിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ പല നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ ക്ഷേത്രോത്സവത്തിൽ പങ്കാളിയാവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സജീർ ഖാൻ, വീഡിയോ ഡയറീസ്, ആറ്റിങ്ങൽ.